നമസ്കാരം. വീണ്ടും കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗിലേക്ക് സ്വാഗതം. എന്തായാലും ഒരുപാട് കൂട്ടുകാരെ, ഒരുപാട് വിശേഷങ്ങളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. Once again, this കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗ് സ്പോൺസർഡ് ബൈ ലസാറോ ഏവിയേഷൻ അക്കാഡമി. അതുപോലെ തന്നെ ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സും അതുപോലെ തന്നെ KMG ഡെവലപ്പേഴ്സും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ തവണത്തെ കോ സ്പോൺസേഴ്സ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ലൈവ് ടെലികാസ്റ്റിംഗ് ബൈ കണ്ണൂർ വിഷൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ ഒരു മിടുക്കിയാണ് ഉള്ളത്. കാരണം വെറുതെ പറഞ്ഞതല്ല, ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്. ഇവിടെ കലോത്സവത്തിന് പ്രൈസ് വാങ്ങി വന്നിരിക്കുന്ന ഒരു പ്രതിഭ എന്നതിലുപരി ഒരുപാട് പുരസ്കാരങ്ങളും പ്രൈസൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു കൊച്ചു മിടുക്കിയാണ്. അപ്പോൾ എൻ്റെ കുട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ 2020 സംസ്ഥാന സർക്കാരിൻ്റെ 25,000 രൂപയുടെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ഒരു കുട്ടിയാണ്. അതുകൂടാതെ 2021 മുല്ലനേഴി കാവ്യ പ്രതിഭ പുരസ്കാരവും ഇതേ കുട്ടി നേടിയിട്ടുണ്ട്. കൂടാതെ 2021-24 വർഷങ്ങളിലായി 2 തവണ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ 10,000 രൂപയുടെ ഫെലോഷിപ്പൊക്കെ നേടിയ ഒരാളാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഒത്തിരി ലിസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അത്രയും അധികം പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ ഇന്ന് ഒരുപാട് സമയത്തേക്ക് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് പുരസ്കാരം നേടിയ ഈ മിടുക്കിയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. സോ വെൽക്കം ചെയ്യാണ് കണ്ണൂർ വിഷൻ്റെ സ്റ്റുഡിയോയിലേക്ക്. വെൽക്കം ടു ദിസ് ലൈവ് ടെലികാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ പേരെങ്ങനെയാണ്? പേര് പറഞ്ഞോളൂ. ഞാൻ കുറേ പുരസ്കാരങ്ങളുടെ പേര് മാത്രമേ, അതായത് കുറേ വർഷങ്ങളിലായിട്ട് കുറേ ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ് സാധാരണ. എനിക്കൊന്ന് മെസ്നക്ക് കവിതാ രചനയാണ് അല്ലേ? ഓഫ് സ്റ്റേജ് ആണ്. ചില ഓഫ് സ്റ്റേജ് ഇനങ്ങളിൽ സമ്മാനം കിട്ടിയ ചില കുട്ടികളാണെങ്കിൽ അവർ പൊതുവെ കുറച്ചുകൂടി ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. അതായത് പക്ഷേ മെസ്സിന് കുറച്ചും കൂടെ ഒരു കവിതാ പാരായണത്തിനൊക്കെ സമ്മാനം വാങ്ങി വന്ന ആ ഒരു എനർജിയിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, മെസ്സിന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലാണ്. ഹൈസ്കൂൾ വിഭാഗം കവിതാ രചനയിലാണ് സമ്മാനം നേടിയതല്ലേ? ഏത് ദിവസമായിരുന്നു മത്സരം ഉണ്ടായത്? കലോത്സവത്തിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു. എന്തായാലും ഓഫ് സ്റ്റേജ് ഇനങ്ങളൊക്കെ ആദ്യത്തെ 2 ദിവസങ്ങളിലായിട്ടായിരിക്കും. ഇപ്പൊ കവിതാ രചന ഫസ്റ്റ് ഡേ തന്നെയായിരുന്നു. കവിതാ രചനയിൽ മാത്രമാണോ, അല്ല വേറെ എന്തെങ്കിലും ഉപന്യാസം, കഥാരചന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉപന്യാസത്തിൽ പങ്കെടുത്തിരുന്നു. ഉപന്യാസം മലയാളം A ഗ്രേഡ് കിട്ടി. പ്രൈസ് വന്നത് ഇതിനാണ്, കവിതാ രചനയ്ക്ക്. സമ്മാനം വാങ്ങിയില്ലെങ്കിൽ അതിശയമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് മത്സരങ്ങളിൽ കവിത സാധാരണ എല്ലാവരും നമ്മുടെ കലോത്സവത്തിലേക്ക് മത്സരങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു മെസ്ന ഒരുപാട് പുറത്തുള്ള മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ആരാണ് ഇതിന് പിന്നിൽ? അതായത് നമുക്ക് ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും മത്സരമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാവും. എന്നാൽ അതുപോലെയല്ല നമ്മുടെ കവിതാരചന മത്സരങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് നമ്മളുടെ ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൾട്ടാണ്. എല്ലാവരും ഇപ്പം ഞങ്ങൾ അറിയുന്നുണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന്. സോ അത് അറിഞ്ഞ് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് ആരാ ഇതൊക്കെ പറഞ്ഞിരുന്നേ? അച്ഛനും അമ്മയും കട്ട സപ്പോർട്ടാണ്. അവരിങ്ങനെ ഓരോ ദിവസവും അന്വേഷിക്കും എവിടെയെങ്കിലും മത്സരം നടക്കുന്നുണ്ടോ. ഉള്ളിടത്തെല്ലാം എന്നെ കൊണ്ടുപോകും, മത്സരിപ്പിക്കും. അടിപൊളി. എനിക്ക് തോന്നി, കാരണം അച്ഛനായിരുന്നു ഇവിടെ വന്നത്. അച്ഛൻ വളരെ പ്രൗഡായിട്ടാണ് മോൾക്ക് ഒരുപാട് സമ്മാനം കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അച്ഛനാണ് തന്നത്. അപ്പം അച്ഛൻ അത്രയും പ്രൗഡായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മോളാണ്. എന്തായാലും അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അച്ഛനായിരിക്കും ഇതിൻ്റെ ഒരു സപ്പോർട്ട്, അമ്മയും അല്ലേ? എന്തായാലും വലിയൊരു ഭാഗ്യം ഇങ്ങനത്തെ ഒരു പാരൻസിനെ കിട്ടിയതിൽ, നമ്മുടെ കലാപരമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ കുറേ വർഷമായി ഇത് കവിത എഴുതാൻ തുടങ്ങിയിട്ടെന്ന് ഈ റിസൾട്ടെന്ന് വ്യക്തമാണ്. ചെറുപ്പം മുതലേ എഴുതുന്നുണ്ട്. സ്റ്റേറ്റിൽ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നോ? സ്റ്റേറ്റിൽ കഴിഞ്ഞ തവണ കവിതാരചനയിൽ തന്നെ പോയിരുന്നു, A ഗ്രേഡ് കിട്ടി. അതെയല്ലേ? അപ്പോൾ ഇത്തവണ വീണ്ടും പോകാൻ പോവാണ്. വീണ്ടും സമ്മാനമായിട്ട് തിരിച്ചു വരണം കേട്ടോ. അപ്പം ഞങ്ങളുടെ വക കണ്ണൂരിഷിൻ്റെ വക ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, എഴുന്നേക്കരുത്, കുറച്ച് കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ വരെ പോണേല്ലേ, അപ്പോൾ ചെറിയൊരു സമ്മാനം തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരുപാട് സമ്മാനം വാങ്ങിച്ചല്ലേ, അപ്പോൾ ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം ഇരുന്നോട്ടെ. ദിസ് ഇസ് ബൈ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഇവിടെ മെസ്നക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ.